നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജീനു. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഹോണ്ടയുടെ ഒരു വാഹനമാണ്. ഹോണ്ടയുടെ എസ് പി എന്ന് പറയുമ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. SP ഒരു ലേറ്റസ്റ്റ് മോഡൽ വാഹനമാണ്. 160 cc വണ്ടിയാണ്. നേരത്തെ SP 120 cc SP ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ 160 cc SP വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം. SP പറ്റി പറയുമ്പോൾ നമ്മൾ ഷൈൻ ബോട്ട് യൂണിക്കോണിൻ്റെ ഒരല്പം മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് SP. അപ്പോൾ SP എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് മോഡലൊക്കെ ഇറക്കി നേരത്തെ 120 cc ഒരു വാഹനം അവർ നിലവിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോഴത്തെ എല്ലാവർക്കും പവർ പോരല്ല, 120 cc ഒന്നും ആർക്കും പോരാതായപ്പോഴാണ് ഈ 160 cc ഒരു വാഹനം അവർ ഇറക്കുന്നത്. അപ്പോൾ യൂണിക്കോണിനെക്കാളും ഒരു സ്റ്റെപ്പ് മേളിലാണ് ഈ വാഹനത്തിൻ്റെ സ്ഥാനം. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. കാരണം യൂണിക്കോൺ ഓടി ശീലിച്ചവരും പിന്നെ യൂണിക്കോൺ കണ്ട് ശീലിച്ചവരും കണ്ടും മടുത്തവരും കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ പറഞ്ഞല്ല, ഈ യൂത്ത് അല്ല ഇതിൻ്റെ ഉദ്ദേശം. കാരണം ഈ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് സാധാരണ ഈ വണ്ടി കൂടുതൽ വാങ്ങിക്കാറുള്ളത്. ഈ യൂണിക്കോൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല ട്രാവലുള്ള ഉദ്യോഗസ്ഥ വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വാഹനം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കായിരുന്നു അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ആ സെയിമിൽ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് കൂടെ വെച്ചിട്ട് SP എന്നൊരു മോഡലാണ് അവർ ഈ വാഹനം പുറത്തിറങ്ങിയേക്കുന്നത്. ഇപ്പോൾ ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വൈസറിന് തന്നെ മൊത്തത്തിൽ അവരൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വൈസർ നല്ല വ്യത്യസ്തമായിട്ട് നല്ല വിൻഷീൽഡാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 ലൈറ്റാണ് വരുന്നത്. ഡിമ്മിനും ബ്രൈറ്റ്നായിട്ട് വരുന്ന 2 ഇത് വരുന്നുണ്ട്, ഡൂം വരുന്നു ഇതിൻ്റെ. അതിനകത്ത് നല്ലൊരു പ്രത്യേകതയാണ് LED ബൾബാണ്. അത് മികച്ച ഒരു കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, ഫൈബർ, ഇത് ഫൈബർ പോർഷനാണ്. ഇത് പണ്ടും ഫൈബർ തന്നെയാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷനുണ്ട്. പിന്നെ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വന്ന് ABS ആണ്. ABS സിസ്റ്റത്തിലുള്ള ഡിസ്ക് ബ്രേക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് പോകാം. ഇത് ഡിസ്ക് ബ്രേക്ക് ഇത് ABSൻ്റെ അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷനും എല്ലാം ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് എടുത്ത് പറയാമെന്നില്ല, ABS ആണ്, ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ നമ്മളതിൻ്റെ സൈഡിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു കവിള് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത് ഡിസൈനിങ്ങിന് വേണ്ടി ഒരു കവിൾ വെച്ചിട്ടുണ്ട്. ഇത് ഊരി മാറ്റാവുന്നൊരു പോർഷനാണ്. അത് ഇൻബിൽട്ടായിട്ട് ഈ ഒരു കവിൾ വരുമ്പോൾ വണ്ടിക്ക് വലിപ്പക്കൂട് കാണിക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ആ നോർമൽ ടാങ്കിൽ നിന്നും ഒരു വലിപ്പം കൂട്ടി കാണിക്കുന്നതാണ് ഈ കവിൾ വെച്ചിട്ട്. അതിന് വേണ്ടിയാണ് ഈ കവിൾ പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അതിൽ ഈ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ നമ്മുടെ ഇവിടെ ലോഗോയോ കാര്യങ്ങൾ ഹോണ്ടയുടെ ലോഗോയുടെ താഴെ ഹോണ്ട എന്നൊരു എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ നല്ല തിളക്കമാർന്ന രീതിയിൽ നല്ലൊരു ബോൾഡിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അത് ഹോണ്ടയുടെ ഒരു വിശേഷമായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് നമുക്ക് പുറകിലോട്ട് പോകാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഈ മാറ്റങ്ങളെല്ലാം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്ററാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ മീറ്ററിൽ എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ്. എല്ലാ ഫംഗ്ഷനും കാണിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ഇത് വന്നിട്ടുണ്ട്. യൂണിക്കോണിനൊക്കെയാണ് അനലോഗ് മീറ്ററാണ് വരുന്നത്. ഇതിന് ഡിജിറ്റൽ മീറ്റർ വന്നിട്ടുണ്ട്. അവർ മോഡേൺ ആക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഡിജിറ്റൽ മീറ്റർ. ഇതിനകത്തിൽ ഫംഗ്ഷൻ, മൈലേജ് കാര്യങ്ങൾ, സെൻസർ, ഫ്യൂൽ എഫിഷ്യൻസി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന സെറ്റിങ്ങിനുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. കീ പഴയതുപോലെ തന്നെ ഒരു കീ തന്നെയാണ്. അതിനൊന്നും ഒരു പുതുമയില്ല, പഴയ കീ തന്നെയാണ് അത് കിടക്കുന്നു. പിന്നെ ഇവിടോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഓഫും ഓണും സ്വിച്ച്, പവർ ബ്രേക്കിൻ്റെ പൊട്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ. ഇത് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഹസാർഡ് ലൈറ്റിൻ്റെയാണ് ഇവിടെ സ്വിച്ച് ചെയ്യുന്നത്. കാരണം ഇപ്പം ലൈറ്റ് ഓണായിട്ട് കിടക്കുന്നതുകൊണ്ട് ലൈറ്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്വിച്ച് ഇല്ല. ഇത് ഹസാർഡ് സ്വിച്ച്, സ്റ്റാർട്ടിങ് സ്വിച്ച്. ഇവിടെ ഡിമ്മിയും ബ്രൈറ്റും അടിക്കാൻ പറ്റും. ഡിമ്മിയും ബ്രൈറ്റിന് 2 ഡൂമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ, ഹോണ്. അപ്പോൾ ഈ ഹാൻഡിൽ ഷോർട്ട് ഹാൻഡിലാണ്. ഷോർട്ട് ഹാൻഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല സുഖമാണ് ഇത് പിടിച്ച് പിന്നെ പോകാൻ. കാരണം ഷോർട്ട് ഹാൻഡിൽ റൈഡിങ് ചെയ്തവർക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ഷോർട്ട് ഹാൻഡിൽ എപ്പോഴും യുവാക്കൾക്ക് ഒരു എന്താ പറയുന്നത്, യുവാക്കൾ എന്നല്ല, എല്ലാവർക്കും ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഷോർട്ട് ഹാൻഡിൽ എപ്പോഴും ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ യൂണിക്കോൺ ഷോർട്ട് ഹാൻഡിലല്ല വരുന്നത്. ഇതിന് ഷോർട്ട് ഹാൻഡ് വരികയും വലിയ വണ്ടി, യൂണിക്കോണിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു വണ്ടി, അത്രയും വലിപ്പമുള്ള വരുമ്പം യാത്രാസുഖത്തിൽ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇതിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഷോർട്ട് ഹാൻഡിലിൻ്റെ ആ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ സൈസാണ്, ബിഗ് സൈസാണ് ഈ ടാങ്ക്. എന്നാൽ ബോറല്ലാത്തുള്ള ഒരുപാട് ഇങ്ങനെ കുത്തനെയല്ലാത്ത ഒരു മിഡായിട്ട് നിൽക്കുന്ന രീതിയിലുണ്ട്. അതിന് നടുക്ക് ഈ ഒരു പോർഷൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ടാങ്കിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അതിങ്ങനെ തന്നെയാണ് ഇവർ കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ആണുങ്ങളെ സംബന്ധിച്ചോളം നമുക്കൊരു കംഫർട്ട് കിട്ടുന്ന ഒരു പൊസിഷനിലാണ് ഈ ടാങ്ക് വന്നിരിക്കുന്നത്. ഈ ഇവിടെ ഹൈറ്റ് കുറച്ചിട്ട് വന്നത്, ഇവിടെ ഇങ്ങനെ കുത്തനെ വരുന്നൊരു ടാങ്ക് ഉണ്ട്. അത് പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ടാങ്കും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ സൈഡ് ബക്കറ്റും ഈ ഒരു പോർഷൻ കവർ ചെയ്തേക്കുന്നത് നല്ല ഡിസൈനായിട്ടുണ്ട്. ഡ്യൂലായിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതെല്ലാം ഓരോ പീസായിട്ട് നമുക്കിത് സെപ്പറേറ്റ് മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം നല്ല മെറ്റാലിക് ഫിനിഷിങ്ങോട് കൂടിയാണ്. എസ് ബിയുടെ ഈ ലോഗോയൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ ഓക്കെയാണ്. ഡയമണ്ട് ചേസ് ആണ് ഇനി വരുന്നത്. എഞ്ചിൻ പോർഷൻ വരുവാണെങ്കിൽ 161 ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള 120 cc എഞ്ചിനാണ്. ഈ പറഞ്ഞ പോലെ സെൻസറിൽ ഫ്യൂവൽ ഇഞ്ച് ചെയ്യുന്ന എഞ്ചിനാണ്. മൈലേജ് കിട്ടുന്ന രീതിയിലുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ റിസർവ് വന്നിരിക്കാനുള്ള സ്വിച്ച് ഒന്നുമില്ല. ഇപ്പോൾ BX6 ആയ പിന്നെ കാർബറേറ്റർ മാറിയായിരുന്നല്ലോ, അപ്പോൾ കാർബറേറ്റർ ഇല്ല. അപ്പം അതിൻ്റെ ആ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. മീറ്ററെ കാണിക്കും എത്ര ദൂരം ഓടുമെന്ന്, അതനുസരിച്ച് പെട്രോൾ അടിച്ച് ഓടിക്കണം. റിസർവായിട്ട് അടിക്കാൻ നിൽക്കരുത്, അതൊക്കെ വലിയ അബദ്ധമായി പോകും. പിന്നെ ഈ ഒരു സ്വിച്ച് ഈ ഡിസൈനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കിക്കറുണ്ട്, അതിന് കുഴപ്പമില്ല. കാരണം ചില വണ്ടിക്കാരൊന്നും കിക്കർ കയറത്തില്ല. സെൽഫ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ കിക്കർ കയറാത്ത കുറേ പാർട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സെൽഫ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണ്ടുണ്ട്. പിന്നെ സൈഡിൽ നിൽക്കുന്നവനാ പിന്നെ ബുദ്ധിമുട്ട്, തെള്ളാൻ നിൽക്കണം. അപ്പോൾ അത് തെള്ളി ഷാട്ടാക്കി അവനത് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹോണ്ട നല്ല മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. ഹോണ്ടയുടെ നല്ലൊരു മികച്ച എഞ്ചിൻ തന്നെയാണ്. കാരണം കുറച്ചാളായിട്ട് റൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. 160 cc എഞ്ചിന്. അത് നല്ല പെർഫെക്റ്റ് എഞ്ചിനാണ്. മൈലേജ് മോശമില്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു എഞ്ചിൻ തന്നെയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ഡയമണ്ട് ഫ്രെയിം ആണെന്ന് ഞാനത് പറഞ്ഞായിരുന്നു. അത് ആ പൊസിഷൻ കഴിഞ്ഞ് ബ്രേക്ക് ലിവറിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്തെയൊക്കെ വീതിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നത് പഴയ വീതിയൊക്കെ ഉള്ളത് ഷൂവിലൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും, പുതിയ മോഡലൊക്കെ വന്നേക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫുട്രഷിൽ ഇത് മടക്കാവുന്നതാണ്. ഈ പറഞ്ഞ സൈലൻസർ കൊള്ളാം, നല്ല വീതിയിൽ വന്നിട്ട് ഈ സ്റ്റീലിൻ്റെ ഈ ഒരു കോട്ടിങ് വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ നല്ലൊരു മികവാണ് ഇതിന് കൊടുക്കുന്നത്. കാരണം ഒരു ലുക്ക് വരും. വണ്ടിക്ക് നല്ല കളറാണെങ്കിലും ഈ ക്രോമിയം ഫിനിഷിങ്ങിൽ സാധനം വരുമ്പോൾ എപ്പോഴും വണ്ടിക്ക് നല്ല എടുപ്പുണ്ടാവും. അത് ഈ ക്രോമിയം ഫിനിഷിങ്ങിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോണോ സസ്പെൻഷനാണ് ഈ വണ്ടിക്ക്. ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ 150 cc മോണോ സസ്പെൻഷൻ അല്ലായിരുന്നു. ഇതിന് മോണോ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. മോണോ സസ്പെൻഷൻ്റെ ഗുണം വണ്ടി ഉപയോഗിച്ചവർക്കെല്ലാം അറിയാൻ പറ്റും. ആദ്യകാലത്ത് യൂണിക്കോൺ ഈ മോണോ സസ്പെൻഷൻ ഇറങ്ങിയപ്പോൾ കേട്ട പരാതി അല്ലെ വന്ന കംപ്ലയിൻറ്റ് എത്രത്തോളം. കാരണം ഞാൻ യൂണിക്കോൺ ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബാക്ക് പെയിൻ യൂസിന് ഈ മോണോ സസ്പെൻഡ് അത്ര നല്ലതൊന്നും ഇല്ലായിരുന്നാണ് ഞാൻ ആ വണ്ടി റൈഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് എനിക്ക് 2 വീലർ യാത്ര ഒഴിവാക്കണമെന്ന് പറഞ്ഞ കേസിൽ. അപ്പോൾ ഞാനൊരു ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് വണ്ടി വേണം. ആ സമയത്താണ് ഞാൻ യൂണിക്കോണിൻ്റെ സെക്കൻഡ് മോഡൽ ഇറങ്ങിയ സമയത്ത് ഞാൻ യൂണിക്കോൺ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് വളരെ ഗുണം ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ഗുണം. അതിനുശേഷം ഞാനത് പറഞ്ഞ ശേഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എത്ര വാങ്ങിച്ചു. പിന്നെയാണ് ഈ വണ്ടിയൊക്കെ ഹിറ്റായി വലിയ സംഭവമായി മാറുന്നത്. പിന്നെ എല്ലാ കമ്പനിക്കാരും മോണോ സസ്പെൻഷൻ ഇറക്കുന്നു, വലിയ കാര്യമായിരുന്നു. ആദ്യം എല്ലാവരും അതിനെ കുറ്റം പറഞ്ഞു, പിന്നെ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ മോണോ സസ്പെൻഷൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അന്ന് പറഞ്ഞ് ഒടിഞ്ഞു പോകുമെന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇന്ന് വരെ ഒരാടെ ഒടിഞ്ഞിട്ടുമില്ല, ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് ഓടിപ്പോകുന്നു. മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ മതി. അറിയില്ല, മോണോ സസ്പെൻഷൻ ഒരു ബെറ്റർ സസ്പെൻഷൻ തന്നെയാണ്. അതിനാണ്ടായിരിക്കും അവർ ഈ വണ്ടിക്ക് അത് ചൂസ് ചെയ്തത്. കാരണം ലോങ് റൈഡിന് മോണോ സസ്പെൻഷൻ അതുപോലെ പ്രൊഫഷനാണ്. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കാര്യം മറ്റുള്ള വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ വലിയ ഇതൊന്നുമില്ലെങ്കിലും ബാക്ക് സീറ്റിനും മോശമില്ലാത്ത സുഖം തന്നെ മോണോ സസ്പെൻഷൻ കിട്ടും. വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് മോണോ സസ്പെൻഷൻ. അപ്പോൾ ഇതിന് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മോണോ സസ്പെൻഷൻ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി 2 മോഡലിലാണ് വരുന്നത്. ബാക്കിൽ ഡിസ്ക് ഉള്ളതും ഡിസ്ക് ഇല്ലാത്തതും 2 മോഡൽ വണ്ടി വരുന്നുണ്ട്. ഇതിന് ബാക്ക് ഡിസ്ക് ഉള്ള മോഡലാണ് നമ്മൾ ഈ കാണിക്കുന്നത്. പ്രൈസ് പറയുമ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. കാരണം മറ്റേ മോഡലിന് ബാക്കിൽ ഡിസ്ക് ഇല്ല, ഇത് ഡിസ്ക് ഉള്ളത്. ഇങ്ങനെ 2 മോഡലായിട്ടാണ് വരുന്നത്. ഇത് ബാക്കിൽ ഡിസ്ക് ഉള്ള മോഡലാണ് വരുന്നത്. നല്ലത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടയർ സൈസാണ് പറയുന്നത്. ബിഗ് ടയർ സൈസാണ്. 130, 70, 17 അതിൻ്റെ ടയർ സൈസ്. നല്ല വീതിയുള്ള നല്ല ടയറാണ്. വീലിൽ നല്ല വീതിയുള്ള ടയർ വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ഐക്കോണിക് LED ടെയിൽ ലാമ്പാണ് ഈ വന്നിരിക്കുന്നത്. ഞാനതിൻ്റെ ഓപ്പൺ ഇതിൻ്റെ ഇത് കീട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ലൈറ്റ് നിങ്ങൾ എത്രത്തോളം ഇത് വിഷം പകൽവട്ടത്തിലാണ് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല LED ലൈറ്റ് ഐക്കോണിക് നല്ല ലൈറ്റാണ് ഇത് വന്നത്. പിന്നെ ഈ ഒരു പോർഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മഡ്ഗാർഡ് ഇത്രയും താത്തിരിക്കുന്നുണ്ട്, ചള തെറിക്കുന്ന പ്രശ്നമില്ല. അല്ല ഇവൻ പോയി കഴിയുമ്പോൾ പുറകെ വരുന്നതിൻ്റെ കാര്യം പോക്കാണ്. പല വണ്ടിക്ക് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് പുറകെ ഈ വണ്ടിയുടെ പുറകിലല്ല, ഈ വണ്ടിക്ക് പുറകെ വേറെ വണ്ടിക്കാരന് ഇതെല്ലാം ചള്ള കയറിപ്പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ള എല്ലാവർക്കും മനസ്സിലാകും. അതൊരു തെറ്റായ കാര്യമാണ്. ഇതിനെ ശകലം കൂടെ ഒക്കെ താഴ്ത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ചള്ള ഇതേ തന്നെ നിൽക്കും. മറ്റുള്ളവൻ്റെ ഉടുപ്പിലെല്ലാം പുള്ളിപ്പാട് വരുത്തതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ആ ഒരു ഓപ്ഷന്. പിന്നെ ഇതിൻ്റെ ഈ ബാക്കിൽ ഈ ഹാൻഡിൽ അത് കൊള്ളാം. ഇതിൻ്റെ ഈ ക്രാഷ് കാർഡ് ഇൻബിൽറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിക്ക് ക്രാഷ് കാർഡ് ഇൻബിൽറ്റ് ആണ് വരുന്നത്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയിൻ കവറില്ല, മേളത്തെ ഈ ഒരു ക്യാപ്പ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ്. ചെയിൻ കവർ കഴുകി ഉപ്പളകും തുരുമ്പ് പിടിച്ച് പോവുകയും ചെയ്യും. അതെല്ലാം ഒഴിവാക്കാൻ ഈ മണ്ടയ്ക്കുള്ള ഈ കവർ വന്നത് ഇപ്പോൾ എല്ലാ വണ്ടിക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. കാരണം അതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. എങ്ങനെ മണ്ണ് കയറാനുള്ളതൊക്കെ എന്തായാലും കയറും. പിന്നെ ചെയിൻ കവർ ഇട്ട് നശിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സ്പോക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിയാണ്. 3 കാലോട് കൂടി നല്ലൊരു സ്പോക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ആ കാര്യത്തിൽ ഇത് മികച്ചതാണ്.
പിന്നെ ബാക്കിലത്തെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇഷ്യൂസ് ഒന്നും നമുക്കിന് സെപ്പറേഷനായിട്ടൊന്നും തോന്നുന്നില്ല, വേറൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ കവിള് തുറക്കാവുന്നതാണ്, ഇവിടെ ഒരു കീ ഓപ്ഷൻ ഉണ്ട്, ഇത് തുറക്കാവുന്നതാണ്, ബാറ്ററി പോർഷനിൽ തുറക്കാവുന്നതാണ്. പിന്നെ എഞ്ചിൻ്റെ ഇവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട്, കാരണം ബാക്കിലോട്ടുള്ള ചെളി ഇറക്കാൻ ഗിയർ ഇടുന്നതുകൊണ്ട് ഇത് ഫ്യൂല് ഒന്നും വന്ന് വീഴാതിരിക്കാനൊക്കെ ഉള്ള വേണ്ടിയിൽ ഈ ഒരു സെറ്റ് വരുന്നുണ്ട്. ഗിയർ ലിവർ വന്നിരിക്കുന്നത് ഫ്രണ്ട് മാത്രമുള്ള ടൈപ്പാണ്, ബാക്കിലുള്ള ടൈപ്പല്ല ഗിയർ ലിവർ. അത് മാറ്റിയിടാൻ പറ്റുമായിരിക്കും, നേരത്തേക്ക് മാറ്റിയിടുമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് മാറ്റിയിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴേ എല്ലാവർക്കും ഇങ്ങനത്തെ മതി, ഫ്രണ്ടിൽ നിന്ന് പൊക്കുന്ന രീതിയിലൊക്കെ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. ആ രീതിയിലായിരിക്കും കമ്പനി ചെയ്തേക്കുന്നത്. ആ രീതിയിലും ഈ വാഹനത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഞാൻ ആദ്യം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ട്. അപ്പോൾ ബാക്കി മൊത്തത്തിൽ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. കാരണം പെർഫെക്ഷനാണ്. വണ്ടി റൈഡ് ചെയ്യാൻ ചെയ്ത് നോക്കിയിരുന്നു. വണ്ടി റൈഡ് ചെയ്തപ്പോൾ നല്ല യാത്രാസുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലോങ് റൈഡിനൊക്കെ നമുക്ക് നല്ല യാത്രാസുഖം ഈ വാഹനം നമുക്ക് തരും. കാരണം ഞാൻ കുറച്ച് ദൂരം ഈ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ പണ്ട് യൂണിക്കോൺ ഓടിക്കുന്ന അതേ ഫീലിംഗ് ആയിരുന്നു. അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്. സൈസിൽ കുറച്ച് വലിപ്പം വന്നിട്ടുണ്ട്. സീറ്റിലാണെങ്കിലും ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു വിഡ്ത്തിൻ്റെ ഇതിൽ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ നമ്മുടെ ഇരിപ്പിൽ അതിൻ്റെ സുഖം കിട്ടുന്നുണ്ട്. വർണ്ണമുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ ഇച്ചിരി വീതിയുള്ള സീറ്റില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. അത് നല്ല വീതിയുള്ള സീറ്റാണ്, അപ്പോൾ അതിൻ്റെതായുള്ള ഒരു സുഖം കിട്ടുന്നുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഞാൻ എടുത്ത് പറഞ്ഞില്ല ആ ഒരു പ്രശ്നം, ഫ്രണ്ടിലെ പ്രശ്നം, അതും ഇതിന് മാറിക്കിട്ടുണ്ട്. പിന്നെ ഈ മിററുടെ കാര്യങ്ങളെല്ലാം ഇതിന് കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിന് അങ്ങനത്തെ ഉള്ള സെക്കൻഡ് വണ്ടിയിൽ ഇതിന് ക്രാഷ് ഗാർഡ് മാത്രം എനിക്കൊന്ന് സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി മൊത്തത്തിൽ ഈ വാഹനം കൊള്ളാം എന്നാണ് തോന്നുന്നത്. ഈ വാഹനം ഇറങ്ങി ഓടിഞ്ഞ് കഴിഞ്ഞിട്ട് അറിയാം. കാരണം ഇത് ഓടിച്ച് ഒന്ന് സൂപ്പർ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മൊത്തത്തിൽ ഈ വാഹനം റൈഡ് ചെയ്തതിന് സമയം ഞാൻ ഹാപ്പിയാണ്. കാരണം ഈ യൂണിക്കോണിൻ്റെ മോഡൽ മടുത്തിട്ട് ഒരു അപ്ഡേഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഈ SP. കാരണം അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട്. പിന്നെ ഹോണ്ടയുടെ അല്ലേ, ഹോണ്ടയുടെ നമ്മൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ സെപ്പറേറ്റ് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ ഹോണ്ടയുടെ വണ്ടിക്കുള്ളത് കൊണ്ട് എഞ്ചിനെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, ഈ പറഞ്ഞ കാർബറേറ്ററൊന്നുമില്ല, മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വാഹനത്തിൽ വന്നിരുന്ന് കാണിക്കാം. ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കുന്നത്. കാരണം ബാക്കിൽ കൂടി ഇരിക്കുന്ന ഒരു വിഷം കാണിക്കാൻ വേണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇരുന്നിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും തോന്നിക്കില്ല, കാരണം ഇരട്ടിയാൽ ഇത്രയത്തുള്ളൂ. ഹൈറ്റ് ഓക്കെ, നല്ല കംഫർട്ട് ഇരിപ്പാണ്. സൈഡിലോട്ടൊന്ന് കാണിച്ചോട്ടെ, സൈഡിലോട്ടൊന്ന് കാണിച്ചാട്ടെ. ആ ഇരിപ്പൊന്ന് നോക്കിയിട്ട് ആൾക്കാർ നോക്കിക്കോട്ടെ. ബ്രേക്കിൻ്റെ പൊസിഷന്, ഫുഡ് പൊസിഷന് എല്ലാം നോക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഈ ഒരു കവള് ഇങ്ങനെ മറിച്ച്, അത്യാവശ്യം മഴ പെയ്യുമ്പോൾ മറിഞ്ഞിരിക്കുമായിരിക്കും ഈ ഒരു. അപ്പോൾ നല്ല സൈസാണ് വാഹനം, നല്ല സൈസാണ്. നമ്മൾ നല്ല സൈസ്, അതെങ്കിൽ നല്ല സൈസായിരിക്കും. നല്ല രസമുണ്ട്, നല്ല കംഫർട്ടബിളാണ്. ഞാൻ ബാക്ക് സീറ്റിലൂടെ ഒന്ന് ഇരുന്ന് കാണിക്കാം. അതിന് വേണ്ടി ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് തന്നെ. ബാക്കിലിരിക്കുന്ന ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ഫ്രണ്ട് ഒരാൾ ഇരുന്ന് കഴിയുമ്പോൾ ചില വണ്ടികളിൽ അറിയാമല്ലോ വയ്ക്കുന്നു, കുഴപ്പമില്ല, മാന്യമായ ഇരിപ്പാണ്. ചില വണ്ടികളെ ഉപയോഗിച്ച് നല്ല ഇതാണ്, കംഫർട്ടാണ്. ഇരിപ്പ് സീറ്റിന് വീതിയുള്ളൂ, എനിക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ അത് റൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല സുഖം. ലോങ്ങിൽ പോകുമ്പോൾ ഇച്ചിരി ഭാരമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതാണ്. വെയിറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ വണ്ടിയായി സത്യം പറഞ്ഞാൽ. ഇത് നല്ലൊരു വാഹനം തന്നെയാണ്. പിന്നെ ഈ 141 കിലോ ആണ് ഈ വാഹനത്തിന് ഭാരം വരുന്നത്. 140 അതൊന്ന് ബാക്കിലെ ഡിസ്കില്ലാത്ത 140, ഇതിന് 141 കിലോയാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. നല്ലൊരു വെയിറ്റ് ഉണ്ട് ഈ വാഹനത്തിന്. കാരണം ബാലൻസിങ്ങിന് ഇത്രയും നല്ലതായിട്ട് ഈ ഭാരം കൂടുന്നതനുസരിച്ച് നമുക്ക് ബാലൻസിങ് കൂടാതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ രീതിയിലും ഇത് മികച്ചതാണ്. പിന്നെ ഇതിന് മൈലേജ് വരുന്നത് ഇവർ കമ്പനി പറയുന്നത് 60 ആണ്. 60 മൈലേജിൽ കമ്പനി 60 പറയുന്നുണ്ടെങ്കിലും 60 കിട്ടത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. 60 കിട്ടുന്ന കേസും ഉണ്ടാവാം. ഇനി നമ്മൾ ഒന്നും തർക്കിക്കാൻ ആളല്ല. എന്തായാലും 50 എബവ് മൈലേജ് ഉറപ്പുണ്ട്. 55 നോർമലായിട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ 50 എബവ് ഉണ്ട്, 55 എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും 60 മൈലേജ് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഏറെക്കുറെ അതിനനുസരിച്ചുള്ളൊരു മൈലേജ് ഈ വാഹനത്തിന് കിട്ടും. അത് ഈ വാഹനത്തിൻ്റെ രീതിയിൽ ആ കാര്യം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,50,000 ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. 1,55,000 രൂപ ഇതിന് ബാക്കിൽ ഡിസ്ക് ഉള്ള വാഹനത്തിനും, 1,51,000 രൂപ അല്ലെ 1,50,000 രൂപ ബാക്കിൽ ഡിസ്ക് ഇല്ലാത്ത വണ്ടിക്കും വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഈ ബൈക്കിൻ്റെ പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ വലിയ കൂടുതലൊന്നുമല്ല, മോശമില്ലാത്ത നല്ലൊരു പ്രൈസ് തന്നെയാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഇനി നല്ല വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ കംഫർട്ട് മനസ്സിലാക്കുന്നത്. നല്ല ഡ്രൈവിംഗ് കംഫർട്ടായിട്ടാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ലാഗ് ഒന്നുമില്ല. ആ വാഹനത്തിൻ്റെ വെയിറ്റ് നമുക്ക് നല്ല ബാലൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ യൂണിക്കോണിനെക്കാട്ടിലും ഒരുപടി മേളിൽ എന്ന് തന്നെ വേണം പറയാം. ആ സെയിം ഫീലിംഗ് തന്നെ ആയിരുന്നു. മോണോ സസ്പെൻഷൻ ആയതുകൊണ്ടാണെങ്കിലും നമുക്ക് നല്ല ഫീലിംഗ് കിട്ടുന്നുണ്ട് ആ വണ്ടി റൈഡ് ചെയ്യുന്നതിനകത്ത്. പിന്നെ ഈ പറഞ്ഞ 5 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. 6 സ്പീഡല്ല, 5 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സും നല്ലൊരു എഞ്ചിനുമാണ്. ഇതിന് നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് നല്ല സ്റ്റെബിലിറ്റി കിട്ടിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ക്ഷീണം തോന്നത്തില്ല എന്ന് മനസ്സിലാകുന്നു. ലോങ് നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ അതിൽ നമ്മൾ പറയാത്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ നമ്മുടെ മീറ്ററിൻ്റെ ഗിയറിൻ്റെ ലെവൽ കാണിക്കുന്നുണ്ട്.
മീറ്ററിനകത്ത് ഞാൻ അത് ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഓരോ ഏത് ഗിയറിൻ്റെ ആണെങ്കിലും ആ മോഡ് അതിനകത്തിൽ ഡിജിറ്റലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊരു ഉപകാരമാണ് ഏത് ഗിയറിലാണെന്ന് അറിയാനെ കൊണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഒന്നുമില്ല, കാലഘട്ടം മാറിയപ്പോൾ ഉണ്ടായ ഓരോ പരിഷ്കാരങ്ങളെന്നേ ഉള്ളൂ. എങ്കിലത് കാണിക്കുന്നതും നമുക്ക് ചെറിയ രീതിയിൽ ഉപകാരമാകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ്. കാരണം ഓരോ സ്പീഡ് ഓരോ ഗിയർ മാറുമ്പോഴും അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 18 മുത്തൂറ്റ് ഹോണ്ടയാണ് നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും വണ്ടി നോക്കണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. കാരണം വണ്ടിയുടെ 1-2 സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഈ വാഹനത്തിന് ലെങ്ത് വരുന്നത് 2061 mm ആണ് ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 786, ഹൈറ്റ് 113 mm ഉണ്ട്. വീൽ ബേസ് പറയുകയാണെങ്കിൽ 1347 mm ആണ് വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 177 mm. അപ്പോൾ പിന്നെ ഡിസ്കിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. 4 സ്ട്രോക്ക് SI എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററാണ്. നമ്മൾ ആദ്യം അത് പറയാൻ വിട്ടുപോയി. സൈസ് എല്ലാം കാണുമ്പോൾ 12 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത്. സീറ്റിൻ്റെ ലെങ്ത് വരുന്നത് 594 mm. സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 796 mm ആയിരുന്നു സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അത് താഴെ നിന്ന് സീറ്റ് ഹൈറ്റ് വരെ വരുന്ന ഹൈറ്റാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഓക്കെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ പവർ CC വരുന്നത് 162.71 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് പവർ വരുന്നത്. 160 എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ അത്രയും പവർ ഇതിനുണ്ട്. അപ്പം 14.58 Nm ടോർക്കും 5500 RPM ഈ വാഹനത്തിന് പ്രദാനം ചെയ്യുന്നുണ്ട്. സെൽഫും കിക്കും അവൈലബിൾ ആണ്. അപ്പം റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മികച്ച വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും മറ്റുള്ള കമ്പയർ ചെയ്യുന്നുണ്ടേ. പിന്നെ മോണോസ് ഷോക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിനത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഹോണ്ട SP-യുടെ വിവരങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, റീച്ച് കൂടാൻ വേണ്ടിയാണ്. ആൾക്കാർ കൂടുതൽ കണ്ടല്ലേ ഇത് കൂടുതൽ ആൾക്കാരെ എത്തത്തുള്ളൂ. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഏറെക്കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ വീഡിയോ എത്തുന്നേരം കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി.